നാടിന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. നാടിന്റെ ആവശ്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. കഴിഞ്ഞ LDF സർക്കാർ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചവരാണ്. ചെല്ലാനത്ത് ടെട്രോപോഡ് ആദ്യഘട്ടം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിന് അനുമതി നൽകി. കിഫ്ബിയുടെ കയ്യിൽ നിലവിൽ ഫണ്ടുണ്ട്. അതിനാൽ പദ്ധതി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും പി രാജീവ് പറഞ്ഞു. കേരളം എന്ന സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഒരു മുണയലാണ് എന്ന് ടാറ്റ എന്ന മുതലാളിക്ക് പറയേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം ഉടൻ കുറുമ്പിറക്കിയേക്കാം. ഞാൻ അങ്ങനെ ഒരു പത്രക്കാരൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു പത്രക്കാരൻ ജനാർദ്ദൻ മാത്രം പറയാനില്ല. ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു എന്ന് പറയുന്ന മാധ്യമങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടാറ്റ 10,000 കോടി ആദ്യം പറയും. ടാറ്റ താല്പര്യപ്പെടും എന്നൊക്കെ ശരിയും. ഇവിടെ അടുത്തൊരു ആത്മവിശ്വാസം, ഞങ്ങൾ ലാൻഡ് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അടുത്ത് 10,000 കോടി നിക്ഷേപം. എന്നൊക്കെ ഇപ്പൊ പറയാൻ ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല. ഇതാണ് അല്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ അത്ഭുതം കാണുന്ന പോലെ ഈ വിളക്കൊക്കെ കാണണം. അവർ കണ്ടിട്ടില്ല. 10 കൊല്ലം കുട്ടി 2014 ശേഷം ജനിച്ചവരാരെങ്കിലും വിളക്ക് കണ്ടിട്ടുണ്ട്? മെഴുകുതിരി അവർ ആകെ ഈ മെഴുകുതിരിയെ കുറിച്ച് കുട്ടികളുടെ ധാരണ ബർത്ത്ഡേക്ക് കത്തിക്കാൻ തന്നെ സാധനമായി. ഇത് കഥ അല്ലേ? ഇന്നിപ്പോ ഞാൻ വരുമ്പോ വായിച്ചത് ഓക്സിജൻ കിട്ടാതെ ഒരു കുട്ടി മരിച്ചു എന്നാണ്. ഇതൊരാൾ കുട്ടിയല്ല, ഒരു പ്രായമായ ഓക്സിജൻ കിട്ടാതെ പ്രായമായ ഒരാൾ മരണപ്പെട്ടു. കാരണം ഓക്സിജൻ കൊടുക്കുമ്പോൾ സിലിണ്ടർ സംവിധാനമുണ്ട്. കറണ്ട് പോയി. ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇൻവെർട്ടർ വാങ്ങി വെക്കണ്ട. ആദ്യം ഇത് തന്നെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും വാങ്ങി വെക്കുന്നത്. ആള് മരിച്ചു. തീരം സംരക്ഷിക്കണമെന്നും ടെട്രോപാഡ് പദ്ധതി അട്ടിമറിക്കരുതെന്നും ആവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ കണ്ണമാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയായി ചുമതലയേറ്റ ഉടനെ താൻ ചെല്ലാനത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്തു. ഒന്നാം ഘട്ട ടെട്രോപോഡ് പദ്ധതിക്ക് 344 കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. സുരക്ഷിതമായി ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശം തിരിച്ചറിഞ്ഞ് അതിനൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ നയം. രണ്ടാം ഘട്ട പദ്ധതിക്കായി കഴിഞ്ഞ LDF സർക്കാർ 404 കോടി രൂപ അനുവദിച്ചു. കിഫ്ബി വഴിയാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നത്. എന്നാൽ കിഫ്ബി ഇപ്പോൾ വേണ്ടെന്നാണ് UDF സർക്കാർ പറയുന്നത്. കിഫ്ബിയെ ഇല്ലാതാക്കിയാൽ എങ്ങനെ ഫണ്ട് ലഭിക്കുമെന്നും പി രാജീവ് ചോദിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K ജമാക്സി അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം, PA പീറ്റർ, TV അനിത, KM റിയാദ്, KS രാധാകൃഷ്ണൻ, TJ പ്രിൻസൻ, AM ഷാജി, V ജെനിക്സൺ, യേശുദാസ് പറപ്പള്ളി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ വ്യവസായ മന്ത്രിയുമായ സഖാവ് പി രാജീവ് ഈ പ്രതിഷേധ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് S സതീഷ്, വേദിയിലിരിക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയമുള്ള സഖാക്കളെ, ഈ പ്രതിഷേധ സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഒരു സദസ്സ് നടത്തുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പറഞ്ഞു സഖാക്കൾ ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച സഖാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ ന്യായമാണെന്നും ചിലപ്പോൾ തോന്നാം. കാരണം ഒരു സർക്കാരിനെ വിലയിരുത്താൻ 2 മാസം പോരാ എന്നുള്ളതാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നതിന് സമരം നടത്താനുള്ള വാശി കൊണ്ടല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ നയം പ്രഖ്യാപിച്ചു, ഒരു ബഡ്ജറ്റും പ്രഖ്യാപിച്ചു. ഈ 2 കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി പിണറായി സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതിയും അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത് സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഈ 10 വർഷക്കാലവും നമ്മുടെ നാടിന്റെ ഈ കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഓരോ ജനവിഭാഗങ്ങളുടെയും നീങ്ങുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചു മുന്നോട്ട് വന്നത്. ഓരോ മേഖലയെടുത്താൽ നമുക്കറിയാൻ കഴിയും. തീരപ്രദേശമായാലും മലയോര പ്രദേശമായാലും ഏത് മേഖലയിലും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി അത്തരം ആളുകളോട് കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്നല്ലാതെ പിന്നെ ആർക്കാണ് ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യാൻ കഴിയുക? ഈ പ്രശ്നത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും അശരണരായ, നിരാലംബരായ, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ ജനവിഭാഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ള പാർട്ടി. ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.